കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ദില്ലി ചലോ മാർച്ചിനൊരുങ്ങുകയാണ് കർഷക സംഘടനകൾ. പഞ്ചാബിൽ നിന്നും കർഷകർ ദില്ലിയിലേക്ക് കാൽനടയായി മാർച്ച് നടത്തും. മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. വിവരങ്ങളുമായി സിബി ചേരുകയാണ് നമ്മളോടൊപ്പം. നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. കർഷകരുടെ വലിയൊരു പ്രതിഷേധത്തിന് രാജ്യതലസ്ഥാനം വീണ്ടും സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. സിബി, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. സിബി, രാജ്യതലസ്ഥാനം വീണ്ടും കർഷകരുടെ ഒരു മഹാപ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് ഈ പറയുന്നത് പോലെ ദില്ലിയുടെയും ഹരിയാനയുടെയും ഒക്കെ അതിർത്തികളിൽ നമുക്ക് അന്നം തരുന്ന മനുഷ്യരെ അടിച്ചോടിച്ചും വെടിവെച്ചും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന സർക്കാരുകളുടെ നടപടികളെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ഈ ദില്ലി ചലോ മാർച്ചുമായി കർഷക സംഘടനകൾ വരുമ്പോൾ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് ദില്ലിയിൽ? അവരെ തലസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുമോ? മനു, എന്തായാലും കർഷക മാർച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉണ്ടായ കർഷക മാർച്ച് അതിൻ്റെ ഒരു ബാക്കി പത്രം തന്നെയാണ് ഈ തവണയും ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. ഈ ദില്ലിയിലേക്കുള്ള മാർച്ച് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്നാണ് ഇന്ന് ഈ കർഷക മാർച്ച് ആരംഭിക്കാൻ പോകുന്നത്. ഇന്ന് ഉച്ചയോടെ കർഷക മാർച്ച് ആരംഭിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ ഈ കിസാൻ മസ്ദൂർ മോർച്ചയും സംയുക്ത കിസാൻ മോർച്ച എല്ലാം തന്നെയും ഉൾപ്പെടുന്ന രാഷ്ട്രീയ ഇതര കർഷക സംഘടനകളാണ് ഈ ഒരു കർഷക മാർച്ചിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും ഈ മിനിമം താങ്ങൂരടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ വർഷങ്ങളായി മോദി സർക്കാരിനെതിരെ വലിയ സമരമുഖത്താണ്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇതേ സമയത്തെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ കർഷക മാർച്ച് സംഘടിപ്പിക്കുകയും ദില്ലി ചലോ മാർച്ച് സംഘടിപ്പിക്കുകയും അത് വലിയ രീതിയിൽ അതിർത്തിയിലും മറ്റുമെല്ലാം തന്നെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടും കേന്ദ്രസേനയെ വരെ വിന്യസിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആ ഒരു സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമെല്ലാം തന്നെ നടന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്ക് ശേഷം ഈ കർഷകരെല്ലാം തന്നെയും ഈ ദില്ലി ഹരിയാന ബോർഡറായ ശംഭു അതിർത്തിയിൽ എത്തുകയും അവിടെ നിന്നും കാൽനടയായി ദില്ലിയിലേക്ക് കർഷക മാർച്ച് ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഹരിയാന സർക്കാർ, BJP ഭരിക്കുന്ന ഹരിയാന സർക്കാർ ഈ കർഷക മാർച്ച് ദില്ലിയിലേക്ക് കടത്തിവിടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹരിയാന ബോർഡറിൽ തന്നെ വെച്ച് തടയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ ബാരിക്കേഡുകളും പോലീസ് സന്നാഹവും എല്ലാം തന്നെയും അവിടെ ഇപ്പോൾ ഉണ്ട്. ആ രീതിക്ക് ഈ കർഷക സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമം വീണ്ടും BJP സർക്കാർ ആരംഭിച്ചിരിക്കുകയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് ഇത്തരത്തിൽ കർഷകരും വലിയ രീതിയിലുള്ള സമരമുഖത്തേക്ക് കർഷകരും മാറുന്നു. എന്തായാലും നേരത്തെ നമുക്കറിയാം 2021 എല്ലാം തന്നെയും വളരെ വലിയ രീതിയിലുള്ള കർഷക മാർച്ചുകൾ പ്രക്ഷോഭം ഉണ്ടാവുകയും അന്ന് നരേന്ദ്രമോദി സർക്കാരിന് വളരെ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും മിനിമം താങ്ങൂലടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ അതെല്ലാം തന്നെയും അംഗീകരിക്കാൻ ഇപ്പോഴും മോദി സർക്കാർ തയ്യാറാവുന്നില്ല. മാത്രമല്ല, കാർഷിക വിരുദ്ധ നയങ്ങൾ മോദി സർക്കാർ തുടരുന്ന ഒരു സമീപനം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ വീണ്ടും കർഷക മാർച്ച് നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ കർഷകർ എത്തുന്നത്. എന്തായാലും ദില്ലി ചലോ മാർച്ച് ഈ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ തടയുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും ഇതിനെല്ലാം തന്നെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുമെന്നുള്ള പ്രഖ്യാപനമാണ് കർഷകരും നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അവിടെ വലിയ രീതിയിലുള്ള പോലീസ് നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ എല്ലാം തന്നെയും ടിയർ ഗ്യാസും മറ്റും എല്ലാം തന്നെ ഉണ്ടായി. ചില കർഷകർ കൊല്ലപ്പെടുന്ന സാഹചര്യം എല്ലാം തന്നെയും ഈ കഴിഞ്ഞ ഫെബ്രുവരി ഉണ്ടായി. ആ ഒരു സമാനമായ സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ള എല്ലാം തന്നെയും നമുക്ക് വരും മണിക്കൂറിൽ എന്തായാലും നമുക്ക് വ്യക്തമാകും. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ഒരു കർഷക മാർച്ച് തന്നെയാണ് വിവിധ കർഷക സംഘടനകൾ ഒരുമിച്ചുകൊണ്ട് ദില്ലിയിലേക്കുള്ള മാർച്ച് സംഘടിപ്പിക്കുന്നത്. അത് ഹരിയാന പഞ്ചാബ് ബോർഡറായ ശംഭു അതിർത്തിയിലാണ് ഈ ഒരു മാർച്ച് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ആരംഭിക്കുക. മനു, ശരി സിബി. ഓക്കെ, താങ്ക് യു. സിബിയാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കർഷകരുടെ മറ്റൊരു മഹാപ്രതിഷേധത്തിന് കൂടി വേദിയാവാൻ പോവുകയാണ് രാജ്യതലസ്ഥാനം. കർഷകരെ രാജ്യതലസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവരെ തടയുമെന്ന് നമുക്ക് ഉറപ്പാണ്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണല്ലോ, ഫെബ്രുവരി മാസത്തിലെ ആ മഹാസമരത്തിൽ അവരെ തടഞ്ഞത്, അവരെ വെടിവെച്ച് വീഴ്ത്തുന്നത് നമ്മൾ കണ്ടതാണല്ലോ. പക്ഷേ അതിൻ്റെ തിരിച്ചടി BJPക്ക് കിട്ടിയതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ആ ഒരു പാഠം, ആ ഒരു ചൂട് അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്നത് ഒന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും മിനിമം താങ്ങുവില അടക്കമുള്ള അവരുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമുക്ക് അന്നം തരുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെ വിശ്വാസത്തിലെടുക്കാനോ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ തയ്യാറാകാത്തൊരു ഭരണകൂടം ആണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും സങ്കടം തോന്നും നമുക്ക്. അതാണ് നമ്മൾ ദില്ലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ തുടർച്ചയിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ പോകാം.